വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പരിഹസിച്ചുകൊണ്ട് കേരള ബി.ജെ.പി. ഘടകം രംഗത്ത്. മുസ്ലിം ലീഗിന്റെ പിടിവാശിയിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് എന്നതാണ് പരിഹാസത്തിന് പ്രധാന കാരണം. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഡൽഹിയിലല്ല, പാണക്കാടാണ് എന്നാണ് ബി.ജെ.പിയുടെ പരിഹാസം. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഒന്നു മാത്രമാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ കാരണമെന്നും ബി.ജെ.പി. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. കോൺഗ്രസ് എം.എൽ.എമാരുടെ ഭൂരിപക്ഷ അഭിപ്രായം വി.ഡി. സതീശന് അനുകൂലമല്ലാതിരുന്നിട്ടും മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹൈക്കമാൻഡ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് ബി.ജെ.പി. ഉയർത്തുന്ന പ്രധാന ആരോപണം. അടുത്ത 5 വർഷം കേരളം മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. കോൺഗ്രസ് എം.എൽ.എമാരുടെ ഭൂരിപക്ഷ അഭിപ്രായം വി.ഡി. സതീശന് അനുകൂലമല്ലാതിരുന്നിട്ടും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഒന്നു മാത്രമാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ കാരണം. തങ്ങളുടെ പുതിയ ഒരു മതജില്ല അടക്കമുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലീഗിന് വേണ്ടത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവയെയാണ്. അതവർ നേടിയെടുത്തു. അതെ, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഡൽഹിയിലല്ല, അത് പാണക്കാട് ഹൗസിലാണ്. അടുത്ത 5 കൊല്ലം നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കാണാൻ പോകുന്നത് ലീഗിന്റെ പാട്ടിനൊപ്പം തുള്ളുന്ന ഒരു പാവയെ ആയിരിക്കും തുടങ്ങിയ കുറിപ്പുകൾക്കൊപ്പം പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ കാല് പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും കാർട്ടൂൺ ചിത്രങ്ങളും ബി.ജെ.പി. പങ്കുവച്ചിട്ടുണ്ട്. പാണക്കാട് നിന്നും പച്ചക്കൊടി കാട്ടിയാലേ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകൂ എന്ന അവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഭൂരിപക്ഷം എം.എൽ.എമാരുടെയും പിന്തുണയുണ്ടായിട്ടും രമേശ് ചെന്നിത്തലയെയോ കെ.സി. വേണുഗോപാലിനെയോ പരിഗണിക്കാത്തത് ലീഗ് കണ്ണുരുട്ടിയതുകൊണ്ടാണെന്ന വാദം രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാണ്. ഈ നീക്കത്തിൽ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കും കടുത്ത അമർഷമുണ്ടെന്നാണ് ബി.ജെ.പിയും ചൂണ്ടിക്കാണിക്കുന്നത്. ലീഗിന്റെ പിന്തുണയോടെ അധികാരത്തിലേറുന്ന സതീശൻ സർക്കാരിനെതിരെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രചരണം ബി.ജെ.പി. ശക്തമാക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അതേസമയം ബി.ജെ.പിയുടെ പോസ്റ്റുകൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളും കമന്റുകളുമുണ്ട്. മലയാളികൾ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ബി.ജെ.പിക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പ്രബുദ്ധ കേരളം തെരഞ്ഞെടുത്ത ആളാണ് വി.ഡി., അല്ലാതെ വോട്ട് ചോരിയിലൂടെയല്ല. ഇത്തരം തറ നമ്പറുകൾ കാരണമാണ് ബി.ജെ.പിക്ക് ഒരിക്കലും മലയാളികളുടെ മനസ്സിലേക്ക് കടക്കാനാവാത്തത്. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന വി.ഡി. സതീശനെ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരും എന്നിങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ. പാണക്കാട് നിന്നും പച്ചക്കൊടി കാട്ടിയാലേ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകൂ എന്ന അവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഭൂരിപക്ഷം എം.എൽ.എമാരുടെയും പിന്തുണയുണ്ടായിട്ടും രമേശ് ചെന്നിത്തലയെയോ കെ.സി. വേണുഗോപാലിനെയോ പരിഗണിക്കാത്തത് ലീഗ് കണ്ണുരുട്ടിയതുകൊണ്ടാണെന്ന വാദം രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാണ്. ഈ നീക്കത്തിൽ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കും കടുത്ത അമർഷമുണ്ടെന്നാണ് ബി.ജെ.പിയും ചൂണ്ടിക്കാണിക്കുന്നത്.